കൊല്ലത്ത് MG പ്രതീക്ഷ ഒരു വാർത്തയുമായി വരുന്നു. അവിടെ ഒരു KSRTC ജീവനക്കാരന് മർദ്ദനമേറ്റു എന്നാണ് ലഭിക്കുന്ന വിവരം. കരുനാഗപ്പള്ളി ഡിപ്പോയിലെ കണ്ടക്ടർക്കാണ് മർദ്ദനം ഏറ്റത്. പോലീസ് ഇടപെടുന്നു. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്ന. പ്രതീക്ഷ, എന്താ സംഭവിച്ചത്? സമരാനുകൂലി അല്ലാത്ത BMS പ്രവർത്തകനാണോ ഈ ജീവനക്കാരൻ? SKN കൊല്ലത്തേക്ക് വന്ന ഈ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ് കൊല്ലം KSRTC ഡിപ്പോയ്ക്ക് തൊട്ട് മുന്നിൽ വെച്ച ഈ പ്രവർത്തകർ തടയുകയും കണ്ടക്ടർക്ക് മർദ്ദനമേൽക്കുകയും ചെയ്തത്. ഈ ബസ് സർവീസ് നടത്തിയെന്ന് ആരോപിച്ചായിരുന്നു അത്തരത്തിൽ ഒരു മർദ്ദനമുണ്ടായത്. ഈ പ്രതിഷേധിച്ച പ്രവർത്തകർ ബസ്സിനകത്ത് കയറുകയും മർദ്ദിക്കുകയുമായിരുന്നു എന്നതാണ് പ്രധാനമായും ഈ ജീവനക്കാർ പറയുന്നത്. കുറേ നേരം ഈ ബസ്സിലെ ജീവനക്കാരും ഒപ്പം പ്രതിഷേധക്കാരും തമ്മിൽ വലിയ സംഘർഷമുണ്ടായിരുന്നു, വാക്കേറ്റം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് മർദ്ദനമേറ്റത്. ഇതാണ് ഈ ജീവനക്കാരൻ SKN എന്തായിട്ടാ സംഭവിച്ചത്? നമ്മൾ കരുനാഗപ്പള്ളിയിൽ നിന്ന് കൊല്ലത്തേക്ക് സർവീസ് വരുമ്പോൾ അവർ അസഭ്യം പറയുകയും പല ആൾക്കാരും അസഭ്യം പറഞ്ഞതേ ഉള്ളൂ. അതിനകത്ത് ഒരു ജീവനക്കാരനാണോ എന്താണെന്ന് അറിയത്തില്ല. ഒരാൾ കയറി മുഖത്തടിക്കുകയാണ് ചെയ്തത്. എന്ത് പറഞ്ഞിട്ടാണ് അടിച്ചത്? അവർ ഇന്ന് എന്തിന് സർവീസ് നടത്തി? ഇന്ന് സർക്കാർ ഡയസ്റ്റോൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഇന്ന് ശമ്പളം പിടിക്കും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഡ്യൂട്ടിക്ക് ഹാജരാകുന്നത്. അപ്പം അവർ കയറി അസഭ്യം പറയും, എന്തിന് നിങ്ങൾ സർവീസ് പോകുന്നു ചോദിച്ചപ്പോൾ മുഖത്തടിക്കുകയോ ചെയ്തത്. എവിടെ നിന്ന് വന്ന ബസ്? ഇത് കരുനാഗപ്പള്ളിയിൽ നിന്ന്. ഇവിടെ വെച്ച് തടയുകയാണ് ഉണ്ടായത്. അതിപ്പോൾ നമ്മൾ തുടർന്ന് പോലീസിൽ പരാതി കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അടിച്ച ആൾക്കെതിരെ. ബാക്കിയുള്ളവർ പോട്ട് അസഭ്യം പറഞ്ഞത് പോട്ടെ, നമുക്ക് കേൾക്കാം. പക്ഷേ കയ്യേറ്റം ചെയ്ത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഒരാളാണോ അടിച്ചത്? അടിച്ചത് ഒരാളെ ഉള്ളു. അടിച്ചത് പോലീസ് ഒരാളെ അടിക്കാനൊക്കെ വന്നു, പക്ഷേ അടിച്ചില്ല. അതിനകത്ത് ഒരാളാണ് മെയിനായിട്ടും അടിച്ചത്. പോലീസ് ഉണ്ടായിരുന്നു ആ സമയത്ത്? പോലീസ് വണ്ടിക്ക് വെളിയിൽ, ബസ്സിനകത്ത് കയറി അടിച്ചത്. ഒരുപാട് അസഭ്യം പറഞ്ഞിട്ടുണ്ട്. ഈ സർവീസ് നടത്തിയെന്ന് ആരോപിച്ചാണ് ഇവിടെ നടത്തിയെന്ന് ആരോപിച്ചാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. വലിയ അക്രമമായിരുന്നു. ഇല്ല, ഞാൻ ബസ് ഓടിച്ചുകൊണ്ടിരുന്നത്, ഞാനിവിടെ ബസ് നിർത്തിയ സമയത്താണ് ഒരാൾ അകത്ത് കയറി എൻ്റെ കണ്ടക്ടർ മർദ്ദിച്ചത്. മുഖത്തടിക്കുകയുണ്ടായി. അത് ഞാൻ കണ്ട്. ഞാൻ ഡോറ് തുറന്നിട്ട് എൻ്റെ കാലെ പിടിച്ച് വലിച്ച് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഞാൻ നിങ്ങളുമായിട്ട് മറ്റ് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, ഞാൻ എൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് വന്നതാണ്. ഞാൻ ഡ്യൂട്ടിക്കാരനാണ്. നമ്മൾ ഈ പണി മുടക്കിക്കൊണ്ട് നമുക്ക് ഇതുകൊണ്ട് യാതൊരുവിധ പ്രയോജനമില്ല. നമ്മുടെ ഒരു ദിവസത്തെ ശമ്പളം പോകും. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് അത് പറ്റത്തില്ല. അതുകൊണ്ട് മാത്രം നമ്മൾ ഡ്യൂട്ടിക്ക് വന്നു, അത്രേ ഉള്ളൂ. ഇത് സർക്കാരിൻ്റെ വാഹനമാണ്, അറിയാമല്ലോ. അതനുസരിച്ച് അവിടെ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് നമ്മൾ സർവീസ് നടത്തുകയാണ് ഉണ്ടായത്. എൻ്റെ കണ്ടക്ടർക്ക് മർദ്ദനമേറ്റത് ഞാൻ വ്യക്തമായി കണ്ട. അദ്ദേഹത്തിന് അടി കിട്ടിയിട്ടുണ്ട് മുഖത്ത്, വണ്ടിക്കകത്ത് കയറി മർദ്ദിച്ചത്. SKN അത്തരത്തിലാണ്. കാരണം ആദ്യഘട്ടത്തിൽ സമാധാനപരമായി പോയിരുന്ന ഒരു പ്രതിഷേധമാണ് പിന്നീട് അതൊരു കയ്യാങ്കളിയിലേക്ക് പോകുന്നത്. KSRTC ജീവനക്കാരെ മർദ്ദിക്കുന്ന, കയ്യേറ്റം ചെയ്യുന്ന അതിക്രമത്തിലേക്ക് ഈ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് പ്രതിഷേധം ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം. നേരത്തെ ഈ സർവീസ് നടത്താൻ ഗതാഗത മന്ത്രി തന്നെയാണ് ജീവനക്കാരോട് പറഞ്ഞത്. അത്തരത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ KSRTCകൾ സർവീസ് നടത്തുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ അറിയിച്ചതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പല ജീവനക്കാരും ഈ ബസ്സുമെടുത്ത് നിരത്തിലിറങ്ങിയത്. പക്ഷേ പലയിടങ്ങളിലും വലിയ പ്രതിഷേധമുണ്ടാകുന്നു. ബസ് തടയുന്നു. ബസ് തടഞ്ഞിടുന്ന പ്രതിഷേധത്തിനപ്പുറം ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുന്ന രീതിയിലേക്ക് സമര ആളുകൾ പോകുന്നു എന്നതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം. ഈ KSRTCയിലെ കരുനാഗപ്പള്ളി ഡിപ്പോയിലെ KSRTC കണ്ടക്ടർക്കാണ് മർദ്ദനമേറ്റത്. ബസ് കൊല്ലം KSRTC ഡിപ്പോയ്ക്ക് തൊട്ട് മുന്നിൽ വെച്ച് ബസ് തടഞ്ഞു നിർത്തുകയും ബസ്സിനുള്ളിൽ കയറി അസഭ്യം പറയുകയും ചെയ്തു. തുടർന്ന് കരണത്ത് അടിക്കുകയായിരുന്നു എന്നതാണ് ബസ്സിലെ ജീവനക്കാരൻ പറയുന്നത്. ഈ ഡ്രൈവർ ഉൾപ്പെടെ ഇതിന് ദൃക്സാക്ഷിയായിരുന്നു. തുടർന്ന് പോലീസ് ഈ സ്ഥലത്തെത്തുകയും ഏറെ പണിപ്പെട്ട് ഈ പ്രതിഷേധക്കാരെ ഇവിടെ നിന്ന് മാറ്റുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ മർദ്ദനത്തിൽ പോലീസിൽ പരാതി നൽകുമെന്ന് ഈ ബസ്സിലെ കണ്ടക്ടർ അറിയിച്ചിട്ടുണ്ട്. ഈ സർക്കാർ ആവശ്യപ്പെട്ടത് പ്രകാരം, സർക്കാർ നിർദ്ദേശത്തിന്റെ അനുസരിച്ചാണ് അവർ സർവീസ് നടത്തിയത്. ഡയസ്റ്റോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്.